ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടുള്ളൂ. ഞാനിത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഫില്ലിങ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡോ തയ്യാറാക്കണം. ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയും 2-3 സ്പൂണ് മൈദപ്പൊടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. മൈദ വേണ്ടെങ്കിൽ നമുക്ക് മൈദ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റും. മൈദ ഇടുന്നത് ഇത് ഇച്ചിരി കൂടി സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൈദ ഇല്ലാണ്ട് നമുക്കിത് ചെയ്യാം, പക്ഷേ അത് ചെയ്യുമ്പം കുറച്ച് ഹാർഡായി പോകും. ഇതിലോട്ടേക്ക് ഞാൻ ഉപ്പിട്ട് വെള്ളമാണ് ഒഴിക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇടാം. ഡയറക്റ്റ് ഇടുമ്പം അത് ചിലപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടൂല, അപ്പം ചിലപ്പം കടിക്കാൻ കിട്ടും, അത് എന്തോ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് അത് കലക്കിയിട്ടാണ് ഇതിൽ ഒഴിക്കുന്നത്. വെള്ളമൊക്കെ പാകത്തിന് വയ്ക്കുക. ഞാനിവിടെ ഒഴിച്ച വെള്ളം ഇച്ചിരി കൂടി, അതുകൊണ്ട് തന്നെ വീണ്ടും ഗോതമ്പൊടി ഇട്ടിട്ട് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കുമായിരുന്നു. നമ്മൾ ഈ ഡോ എത്രത്തോളം കുഴക്കുന്നോ അത്രത്തോളം അത് സോഫ്റ്റ് ആകും. അതുകൊണ്ട് നല്ല രീതിക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് കുഴച്ച ഡോ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു, ഒരു 10-15 മിനിറ്റ്. ആ സമയത്ത് നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഞാനിവിടെ 2 ഉള്ളിയും ഒരു 2-3 വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും എടുത്തിട്ടുള്ളത്. എരിവ് വേണ്ടവർക്ക് പച്ചമുളക് കൂട്ടിയെടുക്കാം. ഉള്ളി ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തു. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചെമ്മീൻ ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമായിരുന്നു. ചെമ്മീൻ ഒത്തിരി പേസ്റ്റ് ആവാണ്ട് നോക്കണം. ഇനി നമുക്ക് ഫില്ലിങ്സ് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇടാം. ഉള്ളി ഞാൻ നന്നായി ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഉള്ളി ഇട്ട് നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉള്ളി കുക്കായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടിയുള്ള മസാല ഇടാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവ് വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി കൂടുതലിടാം. അത് രണ്ടും നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പം ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാല പൊടിയും കുറച്ച് ഗരം മസാലയും ഇടുന്നുണ്ട്. ഈ ഫില്ലിങ്സ് ഉണ്ടാക്കാൻ ഇതിൽ കുറച്ചുകൂടി വെജിറ്റബിൾസ് യൂസ് ചെയ്താൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. നിറയെ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ബ്രൊക്കോളി പോലുള്ള വെജിറ്റബിൾസ് ഇതിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ ഈ ഫില്ലിങ്സിൽ ചെമ്മീനാണ് യൂസ് ചെയ്യുന്നത്. ചെമ്മീൻ്റെ പകരം ചിക്കൻ, മട്ടൻ, ബീഫ്, പിന്നെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫിഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിഷ് ഉപയോഗിക്കുമ്പോൾ അധികം മുള്ളില്ലാത്ത ഫിഷ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ ചെമ്മീൻ ഇട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കൂടി ഇടാം. ഞാനിവിടെ ചെമ്മീൻ ക്രഷ് ചെയ്തിടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും. ഇപ്പം നിങ്ങൾ ചിക്കനെ യൂസ് ചെയ്യുന്നെങ്കിൽ ചിക്കൻ ബോയിൽ ചെയ്തതിന് ശേഷം അത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കുക. Secrets untold, carrying tales only the forest holds. Moonlight spills the velvet. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും പിന്നെ ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത പെരുംജീരകവും ഇടുന്നുണ്ട്. ആക്ച്വലി പെരുംജീരകം നേരത്തെ ഇടാം, ഞാനത് വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പം ഇടുന്നത്. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് കുറച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഡോ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി വെക്കാം. ചെറിയ ബോൾസ് ആക്കാൻ മറക്കരുത്, കാരണം വലുതാകുമ്പോൾ ഇത് ചപ്പാത്തി പോലെ ആകും.
അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ കുഞ്ഞു ചപ്പാത്തി ആക്കിയിട്ട് അതിനെ പരത്തിയെടുക്കാം. വളരെ കനം കുറച്ച് വേണം ഇത് പരത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും. കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ഞാനത് റൗണ്ടിൽ പരത്തിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചെമ്മീൻ്റെ ഫില്ലിങ്സ് ഫില്ല് ചെയ്യാം. ഇത് രണ്ടായി മടക്കി ഞാൻ എല്ലാ സൈഡും പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പല രീതിയിൽ പല ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സമൂസ പോലെയും നമുക്കിത് ഫില്ല് ചെയ്യാം. ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുന്നത് പോലെയും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ഇത് ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച്, ഓയിലാണെങ്കിലും കോക്കനട്ട് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് തിളച്ച് വരുമ്പം ഞാനിത് ഓയിലോട്ട് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നന്നായിട്ട് ചൂട് ആയിക്കഴിഞ്ഞാൽ മാത്രം ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഓയിൽ കുടിക്കും. ഇത് ഫ്രൈ ചെയ്യുന്നതിന് പകരം നമുക്കിത് സ്റ്റീം ചെയ്തും എടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്തതിനേക്കാളും നല്ലത് സ്റ്റീമിങ് തന്നെയാണ്. സ്റ്റീം ചെയ്ത് കഴിക്കുമ്പോഴും അല്ലാതെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴും ടേസ്റ്റ് ഒന്ന് തന്നെയാണ്, പക്ഷേ ഫ്രൈ ചെയ്യുമ്പം കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാകുന്നേ ഉള്ളൂ. ഇത് നല്ല ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വീട്ടിലോട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് എല്ലാ വെജിറ്റബിൾസ് വെച്ചിട്ടും ഫിഷ്, മീറ്റ് എല്ലാം വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചെറിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.